നമ്മുടെ നിത്യജീവിതത്തിൽ ഒരുപാട് കേട്ടിട്ടുള്ള ഒരു വേർഡാണ് എർത്തിങ്. നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് എർത്തിങ്, എന്താണ് എർത്തിങ് എന്ന് പറയുന്ന പ്രോസസ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കുറച്ച് കാര്യങ്ങൾ നമ്മൾ ബോർഡിൽ എഴുതിയിട്ടുണ്ട്, നമുക്ക് അതിൽ കൂടി ഒന്ന് പോയി നോക്കാം. വെൻ വി ബ്രിങ് എ ചാർജർ ബോഡി ഇൻ കോണ്ടാക്ട് വിത്ത് ദ എർത്ത്, all the excess charge on the body will pass to the ground through the connecting conductor. This process of sharing the charges with the earth is called grounding or earthing. അതായത് എർത്തിങ്ങിന് തന്നെയുള്ള മറ്റൊരു പേരാണ് ഗ്രൗണ്ടിങ്. ശരിക്കും എർത്തിങ് എന്ന് പറയുന്നത് ഒരു പ്രോസസ്സാണ്. എന്താണ് ആ പ്രോസസ്സിൽ നടക്കുന്നത്? ഒരു ബോഡി നമുക്ക് എടുക്കാം. ഇതാണ് ഒരു ബോഡി. ഇതിന് നെഗറ്റീവ് ചാർജ് കിട്ടണമെങ്കിൽ കുറച്ച് ഇലക്ട്രോൺസ് നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരും. അതായത് ഈ ബോഡിയിൽ എക്സസ് ഇലക്ട്രോൺസ് ഉണ്ട്. ഞാൻ 10 ഇലക്ട്രോണുകൾ എക്സസ് ആയി അവിടെ കൊടുത്തിട്ടുണ്ട്. 10 ഇലക്ട്രോണുകൾ. അതായത് ഇതിൻ്റെ ചാർജ്, ഈ ബോഡിയുടെ ചാർജ് എന്താണ്? നെഗറ്റീവാണ്. അതിന് കാരണം അതിന് കൂടുതലായി എക്സസ് ആയി 10 ഇലക്ട്രോണുകളെ കിട്ടിയിട്ടുണ്ട്. അതൊരു നെഗറ്റീവ് ചാർജുള്ള ബോഡിയായി അത് മാറി, നെഗറ്റീവ് ചാർജുള്ള ഒരു ബോഡിയായി മാറി. ഇതിനെ നമ്മൾ എർത്തുമായി കോണ്ടാക്റ്റിൽ കൊണ്ടുവരുമ്പോൾ എന്ത് സംഭവിക്കും? നമുക്ക് 2 രീതിയിൽ കോണ്ടാക്റ്റിൽ കൊണ്ടുവരാം. ഒന്നില്ലെങ്കിൽ ഈ ബോഡിയെ നേരിട്ട് എർത്തിലേക്ക് ഇറക്കി വയ്ക്കാം, അല്ലെങ്കിൽ ഒരു കണക്റ്റിംഗ് വയർ അല്ലെങ്കിൽ ഒരു കണ്ടക്ടർ ഉപയോഗിച്ച്, ഇതാണ് നമ്മുടെ ഗ്രൗണ്ട് എന്ന് വിചാരിക്കാം, ഈ ഗ്രൗണ്ടുമായി കോണ്ടാക്റ്റിൽ കൊണ്ടുവരാം. ഞാൻ എടുക്കുന്നത് രണ്ടാമത്തെ മെത്തേഡാണ്. ഞാനൊരു നല്ല കനമുള്ള ഒരു വയർ എടുക്കുന്നു, കോപ്പർ കൊണ്ട് ഉണ്ടാക്കിയ നല്ല കനമുള്ള ഒരു വയർ എടുക്കുന്നു. ആ വയർ ഈ ബോഡിയിൽ നിന്ന് ഞാൻ നേരെ എർത്തിലേക്ക് കണക്ട് ചെയ്യുന്നു. അപ്പോൾ അവിടെ എന്തു സംഭവിക്കും? ആ പ്രോസസ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. വെൻ വി ബ്രിങ് എ ചാർജർ ബോഡി, ഇതാണ് നമ്മുടെ ചാർജർ ബോഡി. നെഗറ്റീവ് ചാർജാണ് ആ ബോഡിക്കുള്ളത്. അതിൽ എക്സസ് ഇലക്ട്രോൺസ് ഉണ്ട്. ഇൻ കോണ്ടാക്ട് വിത്ത് ദ എർത്ത്, എർത്തുമായി ഞാൻ അതിനെ കോണ്ടാക്റ്റിൽ വരുത്തി. ഓൾ ദ എക്സസ് ചാർജ് ഓൺ ദ ബോഡി വിൽ പാസ് ടു ദ ഗ്രൗണ്ട് ത്രൂ ദ കണക്റ്റിംഗ് കണ്ടക്ടർ. ഇതാണ് നമ്മുടെ കണക്റ്റിംഗ് കണ്ടക്ടർ. അതായത് വളരെ തിക്കായിട്ടുള്ള കോപ്പർ വയറാണ് അവിടുത്തെ കണക്റ്റിംഗ് കണ്ടക്ടർ. ഇതിലുള്ള 10 ഇലക്ട്രോണുകളും, ഞാനത് എടുത്തു പറയാൻ കാരണം ഒരു ബോഡിയിൽ ഒരുപാട് ചാർജസ് ഉണ്ടായിരിക്കും. അതായത് ഈ 10 ഇലക്ട്രോണുകളാണ് അവിടെ എക്സസ് ആയിട്ടുള്ളത്. ഈ ഇലക്ട്രോണുകൾ താഴേക്ക് പോയാലും ഈ ബോഡിയിൽ ചാർജുകൾ ഉണ്ടായിരിക്കും. പക്ഷേ ഈക്വൽ നമ്പർ ഓഫ് നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് ചാർജുകൾ ആണെന്ന് മാത്രം. ആ ചാർജുകൾക്ക് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും സംഭവിക്കില്ല. ഇതിന് കിട്ടിയ എക്സസ് ചാർജുകൾ മാത്രമേ എങ്ങോട്ട് പോവുകയുള്ളൂ? എർത്തിലേക്ക് പോവുകയുള്ളൂ. ഇതേ രീതിയിൽ ഒരു കണക്റ്റിംഗ് കണ്ടക്ടർ ഉപയോഗിച്ച് ഒരു കണ്ടക്ടറിൻ്റെ അല്ലെങ്കിൽ ഒരു ചാർജർ ബോഡിയുടെ എക്സസ് ചാർജുകൾ എർത്തുമായി ഷെയർ ചെയ്യുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഗ്രൗണ്ടിങ് അല്ലെങ്കിൽ എർത്തിങ്. ഒന്നും കൂടി നോക്കാം. വെൻ വി ബ്രിങ് എ ചാർജർ ബോഡി ഇൻ കോണ്ടാക്ട് വിത്ത് ദ എർത്ത്, ഓൾ ദ എക്സസ് ചാർജ്, നിങ്ങളിവിടെ നോട്ട് ചെയ്യേണ്ടത് ഈ എക്സസ് ചാർജുകൾ മാത്രമേ ഈ കണ്ടക്റ്റിംഗ് വയറിൽ കൂടി എർത്തിലേക്ക് പോകൂ. എക്സസ് ചാർജ് ഓൺ ദ ബോഡി വിൽ പാസ് ടു ദ ഗ്രൗണ്ട് ത്രൂ ദ കണക്റ്റിംഗ് കണ്ടക്ടർ ആൻഡ് ദിസ് പ്രോസസ് ഓഫ് ഷെയറിംഗ് ദ ചാർജസ് വിത്ത് ദ എർത്ത് ഈസ് കോൾഡ് ഗ്രൗണ്ടിംഗ് ഓർ എർത്തിങ്. ഒരു ബോഡിയെ ഗ്രൗണ്ട് ചെയ്തിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ചെറിയൊരു സിംബോളിക് റെപ്രസെൻറ്റേഷൻ ഉപയോഗിക്കാറുണ്ട്. ഇതാണ് നമ്മുടെ ബോഡിയെങ്കിൽ ഇതിനെ എർത്ത് ചെയ്തിട്ടുണ്ട് എന്ന് കാണിക്കാനായി നമ്മൾ ഇങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇതാണ് എർത്തിങ്ങിൻ്റെ സിമ്പൽ. നമ്മളിവിടെ ഉപയോഗിക്കുന്നത് വളരെയധികം കനം കൂടിയ ഒരു കോപ്പർ വയറാണ്. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ കനം കൂടിയ കോപ്പർ വയർ തന്നെ ഉപയോഗിക്കുന്നത്? കനം കൂടുന്തോറും റെസിസ്റ്റൻസ് കുറയും. അതേപോലെ കോപ്പർ എന്ന് പറയുന്നത് വളരെ നല്ല ഒരു ചാലകമാണ്, വളരെ നല്ല ഒരു കണ്ടക്ടറാണ്. ആ കണ്ടക്ടറിൽ കൂടി വളരെ സുഖമായി ഈ എക്സസ് ഇലക്ട്രോൺസിന് നമ്മുടെ എർത്തിൽ എത്തിച്ചേരാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് വളരെ കനമുള്ളതും നല്ല കണ്ടക്ടറുമായിട്ടുള്ള കോപ്പർ തന്നെ നമ്മൾ സെലക്ട് ചെയ്യാനായിട്ട് കാരണം. ഇനി ഈ എർത്തിങ്ങിന് നമ്മുടെ ഡെയിലി ലൈഫിൽ എന്തെങ്കിലും ഇമ്പോർട്ടൻസ് ഉണ്ടോ? വളരെ തീർച്ചയായും ഇമ്പോർട്ടൻസ് ഉണ്ട്.
അപ്പോൾ ഞാനൊരു അയൺ ബോക്സ് എടുക്കുകയാണ്. ഞാൻ ജസ്റ്റ് ഒരു ബോക്സ് മാത്രമേ വരയ്ക്കുന്നുള്ളൂ. ഇത് നമ്മുടെ ഒരു അയൺ ബോക്സ് ആണെന്ന് വിചാരിക്കും. ഇതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും കാരണവശാൽ ഒരു ഷോർട്ട് സർക്യൂട്ട് വന്നു കഴിഞ്ഞാൽ അയൺ ബോക്സിൽ സാധാരണഗതിയിൽ കനം കൂടിയ അയൺ ബോക്സിൻ്റെയൊക്കെ പുറമേയുള്ള ഭാഗം മെറ്റലായിരിക്കും. ആ മെറ്റൽ ഒരു ചാലകമാണ്, ഒരു കണ്ടക്ടർ ആണെന്ന് നമുക്കറിയാം. ഇതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഷോർട്ട് സർക്യൂട്ട് വന്നു കഴിഞ്ഞാൽ കൂടുതലുള്ള കറണ്ട് ഈ മെറ്റൽ സർഫസിലേക്ക് വന്ന് നിൽക്കും. അതിന് പുറത്തേക്ക് പോകുവാൻ മറ്റുള്ള മാർഗങ്ങളൊന്നും തന്നെ ഇല്ല. നമ്മൾ എന്തെങ്കിലും കാരണവശാൽ നമ്മുടെ ബോഡിയുടെ ഏതെങ്കിലും ഒരു പാർട്ട് കൊണ്ട് ഈ ഭാഗത്തെ ഈ ഒരു അയൺ ബോക്സിൻ്റെ മെറ്റൽ ഭാഗത്തെ തൊട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഹ്യൂമൻ ബോഡി ഒരു കണ്ടക്ടറാണ്. ഇതിൻ്റെ ഉള്ളിലുള്ള എല്ലാ എക്സസ് ചാർജുകളും അല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ വന്ന് നിൽക്കുന്ന ആ ഒരു എക്സസ് കറണ്ട് നമ്മുടെ ബോഡിയിലേക്ക് പ്രവഹിക്കപ്പെടും. നമ്മൾ ചെരുപ്പ് ഇട്ടിട്ടില്ലെങ്കിൽ കൃത്യമായി നമ്മുടെ ഗ്രൗണ്ടുമായി കോണ്ടാക്റ്റ് ഉണ്ടെങ്കിൽ കൃത്യമായി ആ ചാർജുകൾ മുഴുവൻ നമ്മുടെ ശരീരത്തിലൂടെ കയറി ഇറങ്ങി നേരെ ഗ്രൗണ്ടിലേക്ക് പോകും. നമ്മുടെ ശരീരം ഒരു കണ്ടക്ടറായി അവിടെ ആക്ട് ചെയ്യും, പ്രവർത്തിക്കും. അത് നമ്മുടെ ശരീരത്തിന് ഹാനികരമാണ്. ചെരുപ്പ് ഇട്ടിട്ടുണ്ടെങ്കിൽ ഏറ്റവും അടിഭാഗത്ത് ചെന്ന് കഴിഞ്ഞാൽ അതിന് താഴേക്ക് പോകാൻ വഴിയില്ലാത്തത് കൊണ്ട് നമുക്ക് ഷോക്ക് ഏറ്റ് നമ്മൾ തെറിച്ചു പോകാനായിട്ടുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. ഈ ഒരു അവസ്ഥ നമുക്ക് എങ്ങനെ പരിഹരിക്കാം? ഇവിടെ പ്രശ്നക്കാരൻ കൂടുതലായി ഷോർട്ട് സർക്യൂട്ട് കാരണം അവിടെ കൂടുതലായി വന്ന കറണ്ടാണ്. അതിന് വേറെ ഏതെങ്കിലും ഒരു മാർഗത്തിലൂടെ നമ്മുടെ ശരീരമല്ലാതെ വേറെ ഏതെങ്കിലും ഒരു മാർഗത്തിലൂടെ എർത്തിലേക്ക് പോകാൻ പറ്റിയാൽ അത് വളരെ നല്ല ഒരു കാര്യമാണ്. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? വളരെ സുഖമായിട്ട് നമ്മുടെ ശരീരത്തേക്കാൾ വളരെ നല്ലൊരു കണ്ടക്ടർ നമ്മൾ ആ ഒരു എക്സസ് കറണ്ടിന് ഇട്ടുകൊടുക്കുന്നു. അതാണ് എർത്തിങ്. നമ്മൾ സാധാരണഗതിയിൽ വളരെ ചെറിയ ക്ലാസ്സുകളിലൊക്കെ ഒരുപക്ഷെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. എർത്തിങ് എന്ന് പറയുന്നത് സാധാരണഗതിയിൽ ഗ്രീൻ വയർ കൊണ്ടാണ്, ഗ്രീൻ കളർ കൊണ്ടാണ് നമ്മൾ ഡിനോട്ട് ചെയ്യപ്പെടുന്നത്. സാധാരണഗതിയിൽ ഒരു വീടുകളിൽ ഉപയോഗിക്കുന്ന ആ ഒരു ഇലക്ട്രിക് സർക്യൂട്ടിൽ 3 തരത്തിലുള്ള വയറുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഒന്നാമത്തെ വയറാണ് ലൈവ് വയർ, അതായത് റെഡ് കളർ കൊണ്ടാണ് നമ്മളതിനെ ഡിനോട്ട് ചെയ്യുന്നത്. രണ്ടാമത്തെയാണ് ന്യൂട്രൽ, യെല്ലോ കൊണ്ടോ അതായത് മഞ്ഞ കളർ കൊണ്ടോ അതല്ലെങ്കിൽ ബ്ലാക്ക് കളർ കൊണ്ടോ നമുക്കതിനെ ഡിനോട്ട് ചെയ്യാം. എർത്തിങ്ങിനെ നമ്മൾ സൂചിപ്പിക്കുന്നത് ഗ്രീൻ കളർ കൊണ്ടാണ്. സാധാരണഗതിയിൽ എർത്തിങ്ങിന് ഉപയോഗിക്കുന്നത് വളരെ നല്ല കനം കൂടിയ കോപ്പർ വയറുകളാണ്. എന്തുകൊണ്ടാണ് കനം കൂടിയ കോപ്പർ വയറുകൾ ഉപയോഗിക്കുന്നത് നമ്മൾ ആദ്യമേ പറഞ്ഞതാണ്. കനം കൂടുന്തോറും റെസിസ്റ്റൻസ് കുറയും. കോപ്പർ വയർ എടുക്കുന്നത് കൊണ്ട് വളരെ നല്ലൊരു കണ്ടക്ടറാണ് കോപ്പർ. വളരെ സുഖമായിട്ട് നമുക്ക് എക്സസ് കറണ്ടിനെ, എക്സസ് ചാർജിനെ എർത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. നമ്മുടെ ബോഡി അല്ലാതെ മറ്റൊരു പാത്ത് നമ്മൾ ആ ഒരു എക്സസ് കറണ്ടിന് ഉണ്ടാക്കി കൊടുക്കുകയാണ്. അതായത് എർത്തിങ് എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സിന് നമ്മുടെ ഡെയിലി ലൈഫിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റോളാണ് ഉള്ളത്. ഒന്നും കൂടി പറയാം, എർത്തിങ് എന്ന് പറയുന്നത് ഒരു പ്രോസസ്സാണ്. എക്സസ് ആയിട്ട് വരുന്ന ചാർജുകളെ എർത്തുമായി ഷെയർ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് എർത്തിങ്. ശ്രദ്ധിക്കേണ്ട കാര്യം, എക്സസ് ചാർജുകൾ മാത്രമേ പോകൂ. ഇപ്പോൾ ഈ ഒരു ബോഡിക്ക് നെഗറ്റീവ് ചാർജാണ് ഉള്ളത്. അതുകൊണ്ട് ഇലക്ട്രോണുകൾ, കൂടുതലായിട്ട് വന്ന ഇലക്ട്രോണുകൾ എന്ത് ചെയ്യും? നേരെ എർത്തിലേക്ക് അത് ഗ്രൗണ്ട് ചെയ്ത് പോകും. എർത്തിലേക്ക് പോയി അവിടെയുള്ള എക്സസ് ചാർജുകൾ മുഴുവൻ 10 ഇലക്ട്രോണുകളും താഴേക്ക് പോകും. ഇനി ഒരു ബോഡിക്ക് പോസിറ്റീവ് ചാർജാണ് ഉള്ളതെങ്കിലോ എന്തായിരിക്കും അവിടെ സംഭവിക്കുക? നമുക്ക് നോക്കാം. ഇപ്പോൾ ഇതൊരു ബോഡിയാണെന്ന് വിചാരിക്കുക. ഈ ഭാഗത്ത് കുറേ പോസിറ്റീവ് ചാർജുകളും ഉണ്ടെന്ന് വിചാരിക്കാം. അങ്ങനെയെങ്കിൽ ഈ വലതുവശം ഞാൻ എർത്ത് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്തായിരിക്കും സംഭവിക്കുക? ഇവിടെ പോസിറ്റീവ് ചാർജുകളാണ് ഉള്ളത്. അതായത് ഇലക്ട്രോൺസ് അല്ല, പോസിറ്റീവ് ചാർജുകളാണ് ഉള്ളത്. എക്സസ് ആണ്. ആ 3 പോസിറ്റീവ് ചാർജുകളും കൂടുതലായിട്ട് ഉള്ളതാണ്. അങ്ങനെയെങ്കിൽ അവിടെ എന്ത് സംഭവിക്കും? അവിടെ നടക്കുന്ന കാര്യം ഇതാണ്. എർത്തിലേക്ക് ഇലക്ട്രോണുകൾ പോകുന്നതിന് പകരം എർത്തിൽ നിന്ന് 3 ഇലക്ട്രോണുകൾ വന്ന്, ഈ ഒരു കേസിൽ എർത്തിൽ നിന്ന് 3 ഇലക്ട്രോണുകൾ വന്ന് ഈ 3 പോസിറ്റീവ് ചാർജുകളെയും ക്യാൻസൽ ചെയ്ത് കളയും. ആ ബോഡി വീണ്ടും എന്തായി മാറും? ഒരു ന്യൂട്രൽ ബോഡി ആയി മാറും. ഇവിടെ നമുക്കുണ്ടായിരുന്നത് 10 എക്സസ് ഇലക്ട്രോൺസ് ആണ്. നെഗറ്റീവ്ലി ചാർജഡ് ബോഡിയാണ്. 10 എക്സസ് ഇലക്ട്രോൺസ് ഉണ്ടായിരുന്നു. ആ 10 ഇലക്ട്രോൺസും ഈ ഒരു കണ്ടക്ടറിൽ കൂടി എർത്തിലേക്ക് പോയി. അതായത് എർത്തിലേക്കാണ് പോയത്. അവിടെ അങ്ങനെയല്ല. അവിടെ പോസിറ്റീവ്ലി ചാർജഡ് ബോഡി ആയിരുന്നു. അവിടെ 3 പോസിറ്റീവ് ചാർജാണ് എക്സസ് ആയിട്ട് ഉണ്ടായിരുന്നത്. അവിടെ ആ ഒരു കണ്ടക്ടറിൽ കൂടി, ഇതാണ് കണ്ടക്ടർ,
ആ കണ്ടക്ടറിൽ കൂടി ഇലക്ട്രോൺസിന് പോകാൻ സാധിക്കില്ല. കാരണം അവിടെ എക്സസ് ആയിട്ടുള്ളത് ഇലക്ട്രോൺസ് അല്ല, പോസിറ്റീവ് ചാർജുകളാണ്. അവിടെ സംഭവിക്കുക ഇതാണ്, എർത്തിൽ നിന്ന് 3 ഇലക്ട്രോണുകൾ, ആ ഒരു കേസിൽ എർത്തിൽ നിന്ന് 3 ഇലക്ട്രോണുകൾ കണ്ടക്ടറിലേക്ക് വന്ന് ആ 3 പോസിറ്റീവ് ചാർജുകളെ ക്യാൻസൽ ചെയ്ത് കളയും. ഓക്കെ, ഈ ഒരു പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് എർത്തിങ്. ഇവിടെ കൂടുതൽ നമ്മുടെ ഡെയിലി ലൈഫിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റോള് എർത്തിങ്ങിനുണ്ട്. അതായത് കൂടുതലായിട്ട് വരുന്ന കറണ്ടിനെ നമ്മുടെ ബോഡിയിൽ കൂടി അല്ലാതെ വേറൊരു കണ്ടക്ടറിൽ കൂടി നമുക്ക് എർത്ത് ചെയ്ത് കളയാനായിട്ട് സാധിക്കും. പരമാവധി ആക്സിഡൻറ്റുകൾ ഒഴിവാക്കാനായിട്ട് നമുക്ക് സാധിക്കും.